ഒരു ദിവസം ദേവേന്ദ്രൻ എല്ലാ പദവികളെയും പ്രകാശിപ്പിച്ചും കൊണ്ട് ആസ്ഥാനത്തിലുള്ള സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. മരുദ്ദേവന്മാർ, അഷ്ടവസുക്കൾ, രുദ്രന്മാർ, ആദിത്യന്മാർ, ഋപുക്കൾ, വിശ്വദേവന്മാർ, സാധ്യന്മാർ, നാസത്യന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ, ഗന്ധർവന്മാർ, വേദമുച്ചരിക്കുന്ന മുനിമാർ, വിദ്യാധരന്മാർ, അപ്സരസ്സുകൾ, കിന്നരന്മാർ, പതകങ്ങൾ, ഉരകങ്ങൾ ഇവരെല്ലാവരും നാലു ഭാഗത്തും നിന്ന് സ്തോത്രങ്ങൾ, ഗാനങ്ങൾ എന്നിവ ചെയ്തു സേവിക്കുന്നു. ചന്ദ്രമണ്ഡലം പോലെ മനോഹരമായ വെൺകൊറ്റക്കുട, ആലവട്ടം, വെഞ്ചാമരം മുതലായ മഹാരാജചിഹ്നങ്ങളോടും അർദ്ധാസനത്തിലിരിക്കുന്ന ഇന്ദ്രാണിയോടും കൂടി സഭയിലിരിക്കുകയായിരുന്നു ദേവേന്ദ്രൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ തൻ്റെയും സകല ദേവന്മാരുടെയും പരമഗുരുവായ ബൃഹസ്പതി വന്നു. അപ്പോൾ എഴുന്നേൽക്കുക, എതിരേൽക്കുക, ആസനം നൽകുക എന്നിങ്ങനെയുള്ള മര്യാദകളോടുകൂടി ഗുരുവിനെ സ്വീകരിച്ചില്ല. ദേവന്മാരാലും അസുരന്മാരാലും നമസ്കരിക്കപ്പെടുന്ന മുനിവരനായ ബൃഹസ്പതി കരുണയോടുകൂടി സഭാമധ്യത്തിൽ വന്നിരിക്കുന്നത് കണ്ടിട്ടും ഇന്ദ്രൻ സിംഹാസനത്തിൽ തന്നെയിരുന്നു. ഉടനെ ബൃഹസ്പതി ആ സ്ഥലം വിട്ടു സ്വഭവനത്തിൽ ചെന്ന് സ്വസ്ഥനായിരുന്നു. ഇന്ദ്രനെ ശപിക്കുവാൻ ശക്തനാണെങ്കിലും അത് ചെയ്തില്ല. എന്തുകൊണ്ടെന്നാൽ ഐശ്വര്യം അധികരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ മാതിരി വികാരങ്ങളെക്കുറിച്ച് അറിവുള്ളതുകൊണ്ടും ദീർഘദർശന ശക്തി ഉണ്ടായിരുന്നതുകൊണ്ടും ആ സമയത്ത് മൗനം ദീക്ഷിച്ചതേ ഉള്ളൂ. താൻ ഗുരുവിനെ നിന്ദിച്ചുപോയെന്ന ബോധം അപ്പോൾ തന്നെ ഇന്ദ്രനുണ്ടായി, മറ്റാരും പ്രേരിപ്പിച്ചിട്ടല്ല. എൻ്റെ പ്രവൃത്തി നിന്ദിക്കത്തക്കതായിപ്പോയി. അതിനു കാരണം ഐശ്വര്യം നിമിത്തം എന്നെ ബാധിച്ച മതം തന്നെ. ഞാൻ വിചാരശൂന്യനായി ഭവിച്ചുവല്ലോ എന്ന് ഇന്ദ്രൻ പശ്ചാത്തപിച്ചു. സദസ്സിലിരുന്ന് ദേവേന്ദ്രൻ ഇപ്രകാരം ചിന്തിച്ചതിനെ സർവജ്ഞനായ ബൃഹസ്പതി അറിഞ്ഞതിനാൽ തൻ്റെ മായാപ്രഭാവത്താൽ അദൃശ്യഗതിയെ പ്രാപിച്ചു. സർവാധിപനും ഐശ്വര്യാധിപതിയുമായിരുന്ന ഇന്ദ്രൻ പല ദിക്കിലും തിരഞ്ഞിട്ടും ഗുരുവിൻ്റെ വാസസ്ഥാനം അറിയാത്തതുകൊണ്ട് ദേവന്മാരോട് കൂടി ചേർന്ന് ചിന്തിച്ചിട്ടും മനസ്സിന് സ്വസ്ഥത ലഭിച്ചില്ല. ദേവാചാര്യൻ ദേവന്മാരെ ഉപേക്ഷിച്ചിരിക്കുന്ന വർത്തമാനം അറിഞ്ഞ ഉടനെ ദുരഹങ്കാരികളായ അസുരന്മാർ ശുക്രാചാര്യരുടെ സമ്മതം വാങ്ങി ആയുധപാണികളായി പുറപ്പെട്ടു വന്ന് ദേവന്മാരോട് യുദ്ധം ചെയ്തു. അസുരന്മാരോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ട് ലജ്ജയാൽ തലയും താഴ്ത്തിക്കൊണ്ട് ഇന്ദ്രാദിദേവന്മാർ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. സാക്ഷാൽ പരമാത്മാവിൽ നിന്ന് ഉത്ഭവിച്ചതുകൊണ്ട് ബ്രഹ്മദേവന് സംഗതികളെല്ലാം ദേവന്മാർ പറയാതെ തന്നെ മനസ്സിലായി. പരമകാരുണ്യമുണ്ടായി അവരെ സമാധാനിപ്പിച്ചും കൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു: അല്ലയോ ദേവന്മാരെ, നിങ്ങളോട് സ്വതവേ വൈരമുള്ളവരും നന്നേ ക്ഷീണിച്ചിരിക്കുന്നവരുമായ ശത്രുക്കളിൽ നിന്ന് മഹാസമൃദ്ധന്മാരായ നിങ്ങൾക്ക് പരാജയം നേരിട്ടത് ആചാര്യനെ ബഹുമാനിക്കാതിരുന്ന അപരാധത്തിൻ്റെ പരിണാമമാണെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ട് ത്വഷ്ടാവിൻ്റെ പുത്രനും ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചിരിക്കുന്നവനും അതിനു മതിയായ തപസ്സു ചെയ്തവനുമായ വിശ്വരൂപൻ എന്ന ബ്രാഹ്മണനെ കാലതാമസം കൂടാതെ നിങ്ങൾ ആശ്രയിക്കുവിൻ. അവൻ അസുരപക്ഷപാതമുള്ളവനെന്ന ദോഷത്തെ വിചാരിക്കാതെ ആരാധിക്കുന്ന പക്ഷം അവൻ നിങ്ങളുടെ മനോരഥങ്ങൾ സാധിപ്പിക്കും. ഇപ്രകാരം ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ ദേവന്മാർക്ക് ദുഃഖശാന്തിയുണ്ടായി. ഉടനെ അവർ ശാന്തസ്വഭാവനായ വിശ്വരൂപൻ്റെ അരികത്ത് ചെന്ന് സ്നേഹത്തെ പ്രകാശിപ്പിച്ചും കൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ട് തങ്ങളുടെ മനോരഥം സാധിപ്പിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. ഞങ്ങൾക്ക് ശത്രുക്കളിൽ നിന്നും നേരിട്ടിരിക്കുന്ന പരാജയ നിമിത്തമുള്ള ദുഃഖത്തെ നിന്റെ തപശക്തി കൊണ്ട് നശിപ്പിക്കുകയും ഞങ്ങൾക്ക് സമുചിതമായ ഉപദേശം തരികയും ചെയ്യുവാൻ നീ യോഗ്യനാകുന്നു. തേജോഹാനികരമായ പൗരോഹിത്യം നിന്ദ്യമാണെങ്കിലും ഗുരുഭൂതന്മാരായ നിങ്ങൾ പ്രാർത്ഥിച്ച ഈ ചെറുകാര്യത്തെ ഞാൻ നിഷേധിച്ചു പറയുന്നില്ല. ഇതുമാത്രമല്ല, നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏതൊരു കാര്യവും എത്ര തന്നെ വലുതായിരുന്നാലും എൻ്റെ പ്രാണങ്ങൾ കൊണ്ടും അർത്ഥങ്ങൾ കൊണ്ടും ഞാൻ സാധിപ്പിക്കുന്നുണ്ട്. മഹാതപസ്വിയായ വിശ്വരൂപൻ ഇപ്രകാരം പ്രതിജ്ഞ ചെയ്തപ്പോൾ ദേവന്മാർ അവനെ പുരോഹിതനായിട്ട് വരിച്ചു. ഭഗവാൻ അവർക്ക് മംഗളം നൽകട്ടെ എന്നുള്ള ഏകാഗ്രഭാവത്തോടുകൂടി പുരോഹിത കർമ്മത്തെ അംഗീകരിച്ചു. ശുക്രാചാര്യൻ്റെ വിദ്യാശക്തിയാൽ സംരക്ഷിക്കപ്പെട്ടതായിരുന്നുവെങ്കിലും അസുരന്മാരുടെ ഐശ്വര്യത്തെ ഭഗവാന്റെ അനുഗ്രഹത്താൽ സമർത്ഥനായിരിക്കുന്ന വിശ്വരൂപൻ വൈഷ്ണവി വിദ്യ കൊണ്ട് ആകർഷിച്ച് ദേവേന്ദ്രന് നൽകി. ശ്രീമദ് ഭാഗവതത്തിൽ ഷഷ്ഠസ്കന്ധത്തിലെ 8-ാം അധ്യായത്തിലാണ് നാരായണ കവചസ്തോത്രം ഉള്ളത്. ആദ്യം വായിക്കാം, പിന്നീട് അർത്ഥം പറയാം. രാജോവാച
യയാ ഗുപ്തസഹസ്രാക്ഷ സവാഹാൻ രിപുസൈനികാൻ ക്രീഡന്നിവ വിനിർജിത്യ ത്രിലോക്യ ബുഭുജേ ശ്രിയം ഭഗവൻ സ്തന്മമാഖ്യാഹി വർമ്മനാരായണാത്മകം യഥാ ആദദായി നശത്രൂൻ ഏന ഗുപ്തോ ജയന്മൃദേ. ശ്രീ ശുക ഉവാച വൃതപുരോഹിതസ്ത്വാഷ്ട്ര മഹേന്ദ്രായാനുപൃച്ഛതേ നാരായണാഖ്യം വർമാഹ തദിഹൈകമനാശൃണു. വിശ്വരൂപ ഉവാച ദൗതാംഘ്രിപാണിരാചമ്യ സപവിത്രൗദങ്മുഖഃ കൃതസ്വാംഗകരന്യാസഃ മന്ത്രാഭ്യാം വാഗ്യദശുചീഃ നാരായണമയം വർമ്മ സംനഹേദ്ഭയ ആഗതേ പാദയോർജാനുനോരൂർവോ ഉദരേ ഹൃദ്യദോരസി മുഖേ ശിരസ്യാനുപൂർവ്യാത് ഓങ്കാരാദീനി വിന്യസേത്. ഓം നമോ നാരായണായേതി വിപര്യയമതാഭിവ കരന്യാസം തതഃ കുര്യാത് ദ്വാദശാക്ഷരവിദ്യയാ പ്രണവാദിയകാരാന്തം അങ്കുല്യങ്കുഷ്ടപർവസു നസ്സേദൃദയ ഓങ്കാരം വികാരമനുമൂർധനി ഷകാരം തു ഭ്രുവോർമധ്യേ നകാരം ശിഖയാ ദിശേത് വേകാരം നേത്രയോർയുഞ്ജ്യാത് നകാരം സർവസന്ധിഷു മകാരമസ്ത്രമുദ്ദിശ്യ മന്ത്രമൂർത്തിർഭവേദ്ബുധാ സവിസർഗം ഫടം തം തത് സർവദിക്ഷു വിനിർദിശേത്. ഓം വിഷ്ണവേ നമൈതി. ആത്മാനം പരമം ധ്യായേത് ദേയം ഷഡ്ശക്തിഭിർയുതം വിദ്യാസ്തേജസ്തപോമൂർത്തിം ഇമം മന്ത്രമുദാഹരേത്. ഓം ഹരിർവിദദ്യാൻ മമ സർവരക്ഷാം നസ്ത്രാഗ്നിപത്മപദകേന്ദ്രപൃഷ്ഠേ ധരാരി ചർമാസി ഗതേഷു ചാപാ പാശാൻ ദദാനോഷ്ടഗുണോഷ്ടബാഹു ജലേഷു മാം രക്ഷതു മത്സ്യമൂർത്തി യാദോ ഗണേഭ്യോ വരുണസ്യ പാശാത് സ്ഥലേഷു മായാവടുവാമനോവ്യാത് ത്രിവിക്രമക്കേവതു വിശ്വരൂപ ദുർഗേഷ്വടവ്യാജിമുഖാദിഷു പ്രഭു പായാൻ നൃസിംഹോ സുരയൂഥപാരി വിമുഞ്ചതോ യസ്യ മഹാട്ടഹാസം ദിശോ വിനേതുർനപദംശ്ച ഗർഭാഃ രക്ഷത്തു സൗമാധ്വനിയത്നകൽപഃ സോദംശ്രയോന്നീതതരോ വരാഹ രാമോദ്രികൂടേഷ്വത വിപ്രവാസേ സലക്ഷ്മണോ വ്യാത് ഭരതാഗ്രജോസ്മാൻ മാമുഗ്രധർമാതഖിലാത് പ്രമാദാത് നാരായണപാതു നരശ്ചഹാസാത് ദത്തസ്തയോഗാദയോഗനാഥ പായാത് ഗുണേശ കപിലകർമ്മബന്ധാത് സനത്കുമാരോ വധു കാമദേവാത് ഹയശീർഷാ മാം പതിദേവഹേളനാത് ദേവർഷിവര്യ പുരുഷാർച്ചനാന്തരാത് കൂർമോ ഹരിർമാം നിരയാദശേഷാത് ധന്വന്തരിർഭഗവാൻ പാത്വപദ്യാത് ദ്വന്ദ്വാത്മയാദൃഷഭോ നിർജിതാത്മാ യത്നശ്ച ലോകാദവദാജനാന്താത് ബലോ ഗണാത് ക്രോധവശാദഹീന്ദ്ര ദ്വൈപായനോ ഭഗവാനപ്രബോധാത് ബുദ്ധസ്തു പാഖണ്ഡഗണാത് പ്രമാദാത് കൽക്കി കലേ കാലമലാത് പ്രഭാതു ധർമാവനായോരു കൃതാവതാരഃ മാം കേശവോ ഗതയാ പ്രാതരവ്യാത് ഗോവിന്ദാസംഗവമാത്തവേണു നാരായണ പ്രാഹ്ണ ഉദാത്തശക്തി മദ്യന്തിനെ വിഷ്ണു അരീന്ദ്രപാണി ദേവോപരാഹ്ണേ മധുഹോഗ്രധന്വാ സായം ത്രിധാമാവതു മാധവോ മാം ദോഷേ ഋഷികേശ ഉദാർദ്രരാത്രേ നിശീതയേ ഗോവധു പത്മനാഭഃ ശ്രീവത്സധാമ പരരാത്ര ഈശ പ്രത്യൂഷ ഈശോസിതരോ ജനാർദ്ദനഃ ദാമോദരോ വ്യാതനുസന്ധ്യം പ്രഭാതേ വിശ്വേശ്വരോ ഭഗവാൻ കാലമൂർത്തിഃ ചക്രം യുഗാന്താനലദിഗ്മനേമി ഭ്രമത്സമന്താത് ഭഗവത് പ്രയുക്തം ദന്തഗ്ധ്യരിസൈന്യം ആശു കക്ഷം യഥാവാദസഗോഹുദാശഃ ഗതേ അശനിസ്പർശന വിസ്ഫുലിംഗേ നിഷ്പിണ്ഡ്യജിതപ്രിയാസി കൂഷ്മാണ്ഡവൈനായക യക്ഷരക്ഷോ ഭൂതഗ്രഹാം ചൂർണയ ചൂർണയാരിൻ ത്വം യാതുദാനപ്രമദപ്രേതമാതൃപിശാച വിപ്രഗ്രഹഘോരദൃഷ്ടീൻ ധരേന്ദ്രവിദ്രാവയ കൃഷ്ണപൂരിതോ ഭീമസ്സുനോരഹൃദയാനി കമ്പയൻ ത്വം തിഗ്മധാരാസി വരാരിസൈന്യമീശപ്രയുക്തോ മമ ചിന്തി ചക്ഷുംഷി ചർമ്മചതചന്ദ്രചാതയ ദിശാമഗോനാം ഹരപാപചക്ഷുഷാം എന്നോ ഭയം ഗൃഹേഭ്യോ ഭൂത് കേതുഭ്യോ നൃഭ്യയേവ
സരീസൃഭേഭ്യോ ദംശ്രിഭ്യ ഭൂതേഭ്യോ അംഹോഭ്യയേവ വാ സർവാണ്യേതാനി ഭഗവൻ നാമരൂപാസ്ത്രകീർത്തനാത് പ്രയാന്തു സംക്ഷയം സദ്യ യേന ശ്രേയപ്രദീപകാഃ ഗരുഡോ ഭഗവാൻ സ്തോത്രസ്തോഭശ്ചന്ദോമയപ്രഭുഃ രക്ഷത്വശേഷകൃച്ഛ്രേഭ്യ വിശ്വക്സേന സ്വനാമഭിഃ സർവാപദ്ഭ്യോ ഹരേർനാമാരൂപയാനായുധാനിനഃ ബുദ്ധീന്ദ്രിയമനഃപ്രാണാൻ പാന്തുപാർഷദഭൂഷണാഃ യഥാ ഹി ഭഗവാനേവ വസ്തുതഃ സദസച്ചയത് സത്യേനാനേന നഃ സർവേ യാന്തു നാശമുപദ്രവാഃ യഥൈകാത്മ്യാനുഭാവാനാം വികൽപരഹിതഃ സ്വയം ഭൂഷണായുധലിംഗാഖ്യ ദത്തേ ശക്തിഃ സ്വമായയാ തേനൈവ സത്യമാനേന സർവജ്ഞോ ഭഗവാൻ ഹരിഃ പാതു സർവൈസ്വരൂപേർന സദാ സർവത്ര സർവഗഃ വിദിക്ഷുദിക്ഷ്യൂർദമതഃ സമന്താത് അന്തർബഹിർഭഗവാൻ നാരസിംഹ പ്രഹാഭയം ലോകഭയം സുനേന സ്വതേജസാഗ്രസ്തസമസ്തതേജാഃ മഘവന്നിതമാഖ്യാതം വർമ്മനാരായണാത്മകം വിജേഷ്യ സഞ്ജനായേന ദംശിതോസുരയൂഥപാൻ ഏതദ്ധാരയമാണസ്തു യം യം പശ്യതി ചക്ഷുഷാ പദാവാ സംസ്പൃശേ സദ്യ സാധ്വത്സാ വിമുച്യതേ ന കുതശ്ചിത് ഭയം തസ്യ വിദ്യാം ധാരയതോ ഭവേത് രാജദസ്യുഗ്രഹാദിഭ്യ വ്യാക്രാദിഭ്യശ്ച കർഹിചിത് ഇമാം വിദ്യാം പുരാ കശ്ചിത് കൗശികോ ധാരയൻ ദ്വിജഃ യോഗധാരണയാ സ്വാംഗം ജഹൗ സമരുതന്യുനി തസ്യോപരി വിമാനേന ഗന്ധർവപ്രതിരേകദാ യയൗ ചിത്രരഥസ്ത്രീഭിഃ വൃതോ യത്ര ദ്വിജക്ഷയാ ഗഗനാനന്യപദഃ സദ്യ സവിമാനോ ഹ്യവാക്ഷിരാ സവാലകില്യവചനാത് അസ്തീന്യാദായ വിസ്മിത പ്രാസ്യപ്രാചീ സരസ്വത്യാം സ്നാത്വാ ധാമസമന്വഗാത്. ശ്രീശുക ഉവാച യൈദം ശൃണുയാത് കാലേ യോ ധാരയതി ചാധൃതഃ തം നമസ്യന്തി ഭൂതാനി മുച്യതേ സർവതോ ഭയാത് ഏതാം വിദ്യാമധിഗതാ വിശ്വരൂപാശ്ചതക്രതോഃ ത്രൈലോക്യലക്ഷ്മീം ഭുഭുജേ വിനിർജിത്യ മൃദേ സുരാൻ ന ഭോഗ്യവസ്തൂനി ന നാഗപൃഷ്ടം ന സിദ്ധിലാഭം പരമീശകാംക്ഷേ പ്രസന്നമന്ദസ്മിതസുന്ദരം തേ മുഖാംബുജം ദർശയ സന്തതം മേ. ഇനി അർത്ഥം പറയാം. രാജോവാച യയാ ഗുപ്തസഹസ്രാക്ഷ സവാഹാൻ രിപുസൈനികാൻ ക്രീഡന്യവ വിനിർജിത്യ ത്രിലോക്യാ ബുഭുജേ ശ്രിയം ഭഗവൻസ്തന്മമാഖ്യാഹി വർമ്മനാരായണാത്മകം യഥാ ദദായിന ശത്രൂൻ ഏന ഗുപ്തോ ജയന്മൃതേ. വിശ്വരൂപനാൽ ഇന്ദ്രൻ ഉപദേശിക്കപ്പെട്ട നാരായണ കവചം ലോകോപകാരത്തിനായി തനിക്ക് ഉപദേശിക്കണം എന്ന് പരീക്ഷിത് രാജാവ് ശ്രീ ശുകനോട് അപേക്ഷിക്കുന്നു. ശ്രീ ശുക ഉവാച വൃതപുരോഹിതസ്ത്വാഷ്ട്രോ മഹേന്ദ്രായാനുപൃച്യതേ നാരായണാഖ്യം വർമാഹ തദികൈകമനാശൃണു. ശ്രീ ശുകമുനി പറഞ്ഞു, ഹേ രാജൻ, വിശ്വരൂപനെ പുരോഹിതനായി വരിച്ച ശേഷം ദേവേന്ദ്രൻ സാവധാനത്തിൽ ചോദിച്ചതിനുത്തരമായിട്ട് നാരായണ കവചത്തെ വിശ്വരൂപൻ മഹേന്ദ്രൻ ഉപദേശിച്ചു. അതിനെ ഞാൻ അങ്ങയ്ക്ക് ഉപദേശിക്കാം, മനസ്സിരുത്തി കേൾക്കുക. ശ്രീ വിശ്വരൂപ ഉവാച ദൗദാംഗ്രിപാണിരാചമ്യ സപവിത്രൗദങ്മുഖഃ കൃതസ്വാംഗകരന്യാസോ മന്ത്രാഭ്യാം വാഗ്യദശുചീഃ നാരായണമയം വർമ്മ സന്നഹേദ്ഭയ ആഗതേ. കവചം ജപിക്കുന്നതിനുള്ള അവസരത്തെയും പ്രകാരത്തെയും ആദ്യമായിട്ട് വിശ്വരൂപൻ ഇന്ദ്രൻ ഉപദേശിക്കുന്നു. ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം എന്നിങ്ങനെ 3 വിധത്തിലിരിക്കുന്ന ഏതൊരു ഭയത്തിൻ്റെയും നിവൃത്തിയെ വരുത്തുന്നതായ ഈ നാരായണ കവചത്തെ ജപിക്കുന്നതിനു മുമ്പ് കൈകാലുകൾ ജലം കൊണ്ട് കഴുകി ആചമനം ചെയ്ത് മൗനിയായിരുന്ന അഷ്ടാക്ഷരം ദ്വാദശാക്ഷരം എന്ന 2 മന്ത്രങ്ങൾ കൊണ്ട് അംഗന്യാസ കരന്യാസങ്ങൾ ചെയ്യണം. വടക്കഭിമുഖമായി ഇരിക്കണം. ദർഭ കൊണ്ടുണ്ടാക്കിയ പവിത്രം എന്ന് പറയപ്പെടുന്ന മുദ്ര വിരലിൽ ധരിക്കണം. അതിനുശേഷം ശ്രീനാരായണനാകുന്ന ദേവതയോടുകൂടിയ കവചത്തെ, ശ്രീനാരായണ കവചം എന്ന മന്ത്രത്തെ ജപിക്കണം.
പാതയോർജാനുനോരൂർവോ ഉദരേ ഹൃദ്യതോരസി മുഖേ ശിരസ്യാനുപൂർവ്യാത് ഓങ്കാരാദീനി വിന്യസേത്. ഓം നമോ നാരായണായേതി വിഭര്യേമദാഭിവ. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രം പാദങ്ങൾ, ജാനുക്കൾ, തുടകൾ, വയർ, ഹൃദയം, മാറിടം, മുഖം, ശിരസ് എന്ന 8 അംഗങ്ങളിൽ ഓരോ അക്ഷരത്തെ വിന്യസിക്കുന്നതിന് പ്രക്രമവിന്യാസം എന്നുപേർ. ശിരസ്സു മുതൽ പാദം വരെയുള്ള അവയവങ്ങളിൽ യകാരം മുതൽ ഓങ്കാരം വരെയുള്ള അക്ഷരങ്ങളെ വിന്യസിക്കുന്നതിന് വ്യുത്ക്രമവിന്യാസം എന്നുപേർ. കരന്യാസം തത കുര്യാത് ദ്വാദശാക്ഷര വിദ്യയാ പ്രണവാദിയകാരാന്തം അങ്കുല്യങ്കുഷ്ടപർവസു. കരന്യാസത്തിന് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന 12 അക്ഷരമടങ്ങിയ മന്ത്രം ജപിക്കണം. വലത്തെ ചൂണ്ടുവിരൽ മുതൽ ഇടത്തെ ചൂണ്ടുവിരൽ വരെയുള്ള 8 വിരലുകളിൽ ഓംകാരം മുതൽക്കുള്ള 8 അക്ഷരങ്ങളെ ക്രമത്തിൽ വിന്യസിച്ച ശേഷം ബാക്കിയുള്ള 4 അക്ഷരങ്ങളെ പെരുവിരലുകളുടെ പർവ്വങ്ങളിൽ 2 വിരലുകൾക്കിടയിൽ കൂടിയുള്ള 4 സന്ധികളിൽ വിന്യസിക്കണം. നസ്സേധൃദയ ഓങ്കാരം വികാരമനുമൂർധനി ഷകാരം തൂ ഭ്രുവോർമധ്യേ നകാരം ശിഖയാദിശേത് വേകാരം നേത്രയോർയുഞ്ജ്യാത് നകാരം സർവസന്ധിഷു മകാരമസ്ത്രമുദ്ദിശ്യ മന്ത്രമൂർത്തിർഭവേത് ബുധഃ സവിസർഗം ഫടന്തം തത് സർവദിക്ഷു വിനിർദിശേത്. ഓം വിഷ്ണവേ നമ ഇതി. പിന്നെ ഷഡ് അക്ഷരമന്ത്രത്താൽ ഷഡഞ്ജാസത്തെ ഉപദേശിക്കുന്നു. ഓം വിഷ്ണവേ നമ എന്നാണ് 6 അക്ഷരമുള്ള മന്ത്രം. ഷ്ണ എന്ന അക്ഷരത്തിലെ ഷകാരത്തെയും ണകാരത്തെയും വെവ്വേറെ എടുക്കുമ്പോൾ വിഷ്ണവേ നമ എന്ന് 6 അക്ഷരമുള്ളതായിത്തീരുന്നു. ഇതിലെ ഓരോ അക്ഷരത്തോടും ഓങ്കാരത്തെ യോജിപ്പിച്ചും കൊണ്ട് ഹൃദയാദി സ്ഥാനങ്ങളിൽ വിന്യസിക്കണം. ഓങ്കാരത്തെ ഹൃദയത്തിലും വി എന്ന അക്ഷരമന്ത്രത്തെ മൂർധാവിലും ഷാകാരത്തെ പുരികങ്ങളുടെ മധ്യത്തിലും ണകാരത്തെ ശിഖയിലും വേകാരത്തെ നേത്രങ്ങളിലും നകാരത്തെ സർവസന്ധികളിലും മകാരത്തെ സർവദിക്കുകളിലും അസ്ത്രമായിട്ടും വിന്യസിക്കണം. ആത്മാനം പരമം ധ്യായേത് ദേയം ഷഡ്ശക്തിഭിർയുതം വിദ്യാസ്തേജസ്തപോമൂർത്തിം ഇമം മന്ത്രമുദാഹരേത്. ന്യാസത്തെ ഉപദേശിച്ച ശേഷം ധ്യാനത്തെ ഉപദേശിക്കുന്നു. ഐശ്വര്യാദികളായ 6 വിധ ശക്തികളാൽ പൂർണ്ണനും വിദ്യ, തേജസ്, തപസ് എന്നിവയുടെ സ്വരൂപമായും ധ്യാനിപ്പാൻ യോഗ്യമായുമിരിക്കുന്ന പരമാത്മാവിനെ, പരമാത്മാവിൻ്റെ അവതാരമായ രാമകൃഷ്ണാദി സ്വരൂപങ്ങളിൽ ഇഷ്ടമായ ഒന്നിനെ ധ്യാനിക്കുകയും ഈ മന്ത്രം ആവർത്തിച്ച് ജപിക്കുകയും വേണം. ഓം ഹരിർവിദധ്യാൻ മമ സർവരക്ഷാം നസ്ത്രാഗ്നിപത്മപദകേന്ദ്രപൃഷ്ടേ ദരാരി ചർമാസികതേഷു ചാപ പാശാന്തദാനോഷ്ടഗുണോഷ്ടബാഹു. ഇതുമുതൽ 23 ശ്ലോകം നാരായണ കവചമെന്ന മന്ത്രമാകുന്നു. 23 തത്വങ്ങളുടെ സംഘാതമാണ് അതത് രൂപത്തിൽ ദുഃഖകാരണമായിരിക്കുന്നത്. ആ ദുഃഖനിവൃത്തിയെ ഉദ്ദേശിച്ചാണ് 23 പദ്യങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നത്. മനോവേഗത്തിൽ സഞ്ചരിക്കുന്ന ഗരുഡൻ്റെ പൃഷ്ഠത്തിൽ പാദപത്മങ്ങൾ സമർപ്പിച്ചും ശംഖം, ചക്രം, പരിച, വാൾ, ഗദ, ബാണം, വില്ല്, പാശം എന്ന ആയുധങ്ങൾ ധരിച്ചിരിക്കുന്ന 8 കൈകളോടും അണിമാദികളായ അഷ്ടൈശ്വര്യങ്ങളോടും കൂടിയിരിക്കുന്ന ശ്രീഹരി എല്ലാ ദിക്കിലും എല്ലാ കാലത്തും എന്നെ രക്ഷിക്കണം. ജലേഷു മാം രക്ഷതു മത്സ്യമൂർത്തിർ യാദോ ഗണേഭ്യോ വരുണസ്യ പാശാത് സ്ഥലേഷു മായാ വടുവാമനോ വ്യാത്രിവിക്രമക്കേവതു വിശ്വരൂപഃ. സാമാന്യേന ശ്രീഹരി സർവകാലത്തിലും സർവദേശത്തിലും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ച ശേഷം ഓരോ ദേശത്തിലും കാലത്തിലും ഓരോ മൂർത്തിയെ ധരിച്ചിരിക്കുന്ന ഭഗവാൻ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ജലത്തിൽ ജലജന്തുക്കളാകുന്ന വരുണപാശത്തിൽ നിന്ന് മത്സ്യരൂപനായ ഭഗവാൻ എന്നെ രക്ഷിക്കണം. മായ കൊണ്ട് വാമനനായി അവതരിച്ച ബ്രഹ്മചാരി ഭൂമിയിൽ എന്നെ രക്ഷിക്കണം. സ്ഥൂലരൂപത്തോടുകൂടി 3 അടി കൊണ്ട് ലോകത്തെ മുഴുവനും വ്യാപിച്ചു നിന്ന വിശ്വസ്വരൂപൻ ആകാശത്തിൽ എന്നെ രക്ഷിക്കണം. ദുർഗേഷഡവ്യാജിമുഖാദിഷു പ്രഭു പായാൻ നൃസിംഹോ സുരയോധപാരീ വിമുഞ്ചതോ യസ്യ മഹാട്ടഹാസം ദിശോ വിനേതുർനപദംശഗർഭാഃ. യാതൊരുവൻ അട്ടഹസിച്ചപ്പോൾ സർവ്വദിക്കുകളിലും പ്രതിധ്വനി പുറപ്പെടുകയും അസുര സ്ത്രീകളുടെ ഗർഭം കലങ്ങുകയും ചെയ്തുവോ
അസുര സംഘാധിപനായ ഹിരണ്യകശിപിനെ സംഹരിച്ച സമർത്ഥനായ ആ നരസിംഹമൂർത്തി കാട്, യുദ്ധഭൂമി മുതലായ ദുർഗങ്ങളിൽ എന്നെ രക്ഷിക്കട്ടെ. രക്ഷത്ത സൗമാധുനിയത്നകൽപഃ സ്വതം ശ്രയോനീതധരോവരാഹഃ രാമോദ്രികൂടേഷ്വത വിപ്രവാസേ സലക്ഷ്മണോ വ്യാത് ഭരതാഗ്രജോസ്മാൻ. അവയവങ്ങളെക്കൊണ്ട് യത്നത്തെ നിരൂപണം ചെയ്തവനും ദംഷ്ട്രാഗ്രത്താൽ ഭൂമിയെ രസാതലത്തിൽ നിന്ന് മേൽപോട്ടുയർത്തിയവനുമായ വരാഹമൂർത്തി വഴി നടക്കുന്ന സമയത്തിൽ എന്നെ രക്ഷിക്കട്ടെ. പർവ്വതശിഖരങ്ങളിൽ പരശുരാമൻ എന്നെ രക്ഷിക്കട്ടെ. അന്യദേശത്തിൽ എന്നെ ലക്ഷ്മണ ഭരതസഹിതനായ ശ്രീരാമചന്ദ്രൻ രക്ഷിക്കട്ടെ. മാമുഗ്രധർമാതഖിലാത് പ്രമാദാത് നാരായണപാതു നരശ്ചഹാസാത് ദത്തസ്തയോഗാതയോഗനാഥ പായാത് ഗുണേശ കപില കർമ്മബന്ധാത്. ആഭിചാരം മുതലായ ഉഗ്രകർമ്മത്തിൽ നിന്നും ചെയ്യേണ്ടതിനെ ചെയ്യാതിരിക്കുന്നതായ സകലവിധ പ്രമാദത്തിൽ നിന്നും എന്നെ നാരായണൻ രക്ഷിക്കട്ടെ. ഗർവത്തിൽ നിന്ന് നരൻ എന്നെ രക്ഷിക്കട്ടെ. യോഗഭ്രംശത്തിൽ നിന്ന് യോഗനാഥനായ ദത്താത്രേയൻ രക്ഷിക്കട്ടെ. കർമ്മബന്ധത്തിൽ നിന്ന് സത്വാദി ഗുണങ്ങളുടെ പ്രേരകനായ കപിലൻ രക്ഷിക്കട്ടെ. സനത്കുമാരോവതു കാമദേവാത് ഹയശീക്ഷാമാം പതി ദേവഹേളനാത് ദേവർഷിവര്യ പുരുഷാർച്ചനാന്തരാത് കൂർമോഹരിർമാം നിരയാദശേഷാത്. മന്മഥവേഗം നിമിത്തമുണ്ടാകുന്ന ദോഷത്തിൽ നിന്ന് സനത്കുമാരൻ എന്നെ പാലിക്കട്ടെ. വഴിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്ധ്യന്മാരായ ദേവന്മാരെ വന്ദിക്കാതെ പോകുന്ന കുറ്റത്തിൽ നിന്ന് ഹയഗ്രീവൻ രക്ഷിക്കട്ടെ. ശ്രീ ഭഗവാനെ പൂജിക്കുന്ന സമയത്തിൽ നേരിടുന്ന അപരാധത്തിൽ നിന്ന് ശ്രീനാരദൻ രക്ഷിക്കട്ടെ. സകലവിധ സങ്കടത്തിൽ നിന്നും കൂർമ്മമൂർത്തിയായ ശ്രീഹരി രക്ഷിക്കട്ടെ. ധന്വന്തരിർഭഗവാൻ പാർത്ഥവദ്യാത് ദ്വന്ദ്വാത്മയ ഋഷഭോ നിർജിതാത്മാ യത്നശ്ചലോകാദവതാ ജനാന്താത് ബലോഗണാത് ക്രോധവശാദഹീന്ദ്രഃ. അപഥ്യമായ ഭക്ഷണം നിമിത്തമുണ്ടാകുന്ന രോഗത്തിൽ നിന്ന് ധന്വന്തരിയായി അവതരിച്ച ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. ഇന്ദ്രിയങ്ങളെ ജയിച്ചിരിക്കുന്ന ഋഷഭദേവൻ ശീതോഷ്ണാദി ഭയത്തിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ. ലോകാപവാദത്തിൽ നിന്ന് യത്നമൂർത്തി പാലിക്കട്ടെ. ജനങ്ങൾ നിമിത്തം നേരിടുന്ന ആപത്തിൽ നിന്ന് ബലരാമൻ രക്ഷിക്കട്ടെ. ക്രോധത്തിന് അധീനമായിരിക്കുന്ന സർപ്പസമൂഹത്തിൽ നിന്ന് സർപ്പാധിപനായ ആദിശേഷമൂർത്തി എന്നെ രക്ഷിക്കട്ടെ. ദ്വൈപായനോ ഭഗവാനപ്രബോധാത് ബുദ്ധസ്തു പാകണ്ഡഗണാത് പ്രമാദാത് കൽക്കികലേ കാലമലാത് പ്രഭാതു ധർമാവനായോരു ഹൃദാവതാരഃ. ലോകത്തിൽ ആത്മബോധത്തെ പ്രകാശിപ്പിക്കുന്നവനായി അവതരിച്ച ഭഗവാൻ വ്യാസമുനി അജ്ഞാനത്തിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ. വേദത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന പാകണ്ഡന്മാരിൽ നിന്നും വേദവിഹിത കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ നേരിടുന്ന ആലസ്യത്തിൽ നിന്നും ബുദ്ധദേവൻ രക്ഷിക്കട്ടെ. ധർമ്മത്തെ നിലനിർത്തുവാനായി ബഹുവിധങ്ങളായ അവതാരങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഭഗവാൻ കൽക്കി കലിദോഷത്തിൽ നിന്നും രക്ഷിക്കട്ടെ. മാം കേശവോ ഗതയാ പ്രാതരവ്യാത് ഗോവിന്ദാസംഗവമാത്ത വേണു നാരായണ പ്രാഹ്ണൗദാത്തശക്തിർ മദ്യന്തിനെ വിഷ്ണു അരീന്ദ്രപാണീഹി. ദിവസത്തെ 6 ഭാഗിച്ചിട്ട് അതാതു സമയത്തിൽ അതാതു മൂർത്തി രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാതകാലത്തിൽ കേശവൻ ഗത കൊണ്ടെന്നെ രക്ഷിക്കട്ടെ. ആസംഗവം എന്നുപേരായ സമയത്തിൽ വേണുവിനെ ധരിച്ചിരിക്കുന്ന ഗോവിന്ദൻ രക്ഷിക്കട്ടെ. പ്രാഹ്ണം എന്നുപേരായ സമയത്തിൽ ഉത്കട ശക്തിയോടുകൂടിയ നാരായണൻ രക്ഷിക്കട്ടെ. മധ്യാഹ്നം എന്നുപേരായ സമയത്തിൽ ഉത്കൃഷ്ടമായ ചക്രം ധരിച്ചിരിക്കുന്ന വിഷ്ണു രക്ഷിക്കട്ടെ. ദേവോപരാഹ്ണേ മധുഹോഗ്രധന്വാസായം ത്രിധാമാവതു മാധവോ മാം ദോഷേ ഋഷികേശ ഉദാർദ്രരാത്രേ നിശീത ഏകോ വധു പത്മനാഭഃ. അപരാഹ്നം എന്നു പേരായ സമയത്തിൽ അസുരഭയങ്കരമായ ശാർഗം എന്ന വില്ലിനെ ധരിച്ചിരിക്കുന്ന മധുവൈരിയായ ദേവൻ എന്നെ രക്ഷിക്കട്ടെ. സായങ്കാലം എന്നു പേരായ സമയത്തിൽ സച്ചിദാനന്ദ വിഗ്രഹനായ മാധവൻ രക്ഷിക്കട്ടെ. പ്രദോഷം എന്ന സമയത്തിൽ ഋഷികേശൻ രക്ഷിക്കട്ടെ. അർദ്ധരാത്രിയിലും നിശീതത്തിലും പത്മനാഭൻ ഏകൻ എന്നെ രക്ഷിക്കട്ടെ. ശ്രീവത്സദാമ പരരാത്രയീശഃ പ്രത്യൂഷയീശോ സിതരോജനാർദ്ദനഃ ദാമോദരോ വ്യാതനു സന്ധ്യം പ്രഭാതേ വിശ്വേശ്വരോ ഭഗവാൻ കാലമൂർത്തി. നിശീതം മുതൽ അരുണോദയത്തിനു മുമ്പുള്ള കാലമായ അപരരാത്രത്തിൽ മാറിടത്തിൽ ശ്രീവത്സമെന്ന മറുകോടുകൂടിയ ഈശ്വരൻ എന്നെ രക്ഷിക്കട്ടെ. അരുണോദയം ആരംഭിക്കുന്ന സമയമായ പ്രത്യൂഷത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന അവിദ്യയെ നശിപ്പിക്കുന്ന ജനാർദ്ദനൻ വാൾ ധരിച്ചും കൊണ്ട് എന്നെ രക്ഷിക്കട്ടെ. എല്ലാ സന്ധ്യകളിലും ദാമോദരൻ രക്ഷിക്കട്ടെ. സൂര്യോദയം അടുത്തിരിക്കുന്ന കാലമായ പ്രഭാതത്തിൽ കാലസ്വരൂപനായ ഭഗവാൻ വിശ്വേശ്വരൻ എന്നെ രക്ഷിക്കട്ടെ.
ചക്രം യുഗാന്താനലദിഗ്മനേമി ഭ്രമത്സമന്താത് ഭഗവത് പ്രയുക്തം ദന്തഗ്ധി കക്ഷം യഥാവാദ സഗോഹുദാശഃ. ഭഗവാൻ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം ഭഗവാന്റെ ആയുധങ്ങൾ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യുഗാവസാനത്തിൽ ജ്വലിക്കുന്ന അഗ്നി എന്ന പോലെ തീക്ഷ്ണമായിരിക്കുന്ന ധാരയോടുകൂടിയ ചക്രം ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ടതായിട്ട് എൻ്റെ 4 ഭാഗത്തും സഞ്ചരിച്ചുകൊണ്ട്, ഹേ ചക്രായുധമേ, വായുവിൻ്റെ സഹായത്തോടുകൂടിയ അഗ്നി ഉണങ്ങിയ തൃണങ്ങളെ ദഹിപ്പിക്കുന്നതുപോലെ എൻ്റെ ശത്രു സൈന്യത്തെ ദഹിപ്പിച്ചാലും ഗതേ അശനിസ്പർശന വിസ്ഫുലിംഗേ നിഷ്പിണ്ഡ്യജിതപ്രയാസി കൂഷ്മാണ്ഡവൈനായക യക്ഷരക്ഷോ ഭൂതഗ്രഹം ചൂർണയാരിൻ. വജ്രായുധമെന്ന പോലെ അതീവ കഠിനമായ സ്പർശനത്തോടുകൂടിയ ഹേ ഗതേ, നീ ഭഗവാന്റെ പ്രിയപ്പെട്ട ആയുധമാകുന്നു. ഞാൻ ഭഗവാന്റെ ദാസനുമാണ്. കൂഷ്മാണ്ഡൻ, വൈനായകൻ, യക്ഷസ്, രക്ഷസ്, ഭൂതങ്ങൾ മുതലായ ഗ്രഹങ്ങളെ നീ നിഷ്പീഡനം ചെയ്യുക, ശത്രുക്കളെ പൊടിപൊടിയാക്കുക. ത്വം യാതുദാന പ്രമദ പ്രേതമാതൃപിശാച വിപ്രഗ്രഹഘോരദൃഷ്ടീൻ ധരേന്ദ്രവിദ്രാവയ കൃഷ്ണപൂരിതോ ഭീമസ്വനോരേ ഹൃദയാനി കമ്പയൻ. അല്ലയോ പാഞ്ചജന്യമേ, നീ ഭഗവാന്റെ മുഖമാരുതനാൽ ശബ്ദിക്കപ്പെടുമ്പോൾ ഭയങ്കര ശബ്ദത്തെ പുറപ്പെടുവിച്ചും കൊണ്ട് രാക്ഷസന്മാർ, പ്രമദാദികളായ രുദ്രഗണങ്ങൾ, ബ്രഹ്മരാക്ഷസന്മാർ, ഭയങ്കര ദൃഷ്ടികളോടുകൂടിയ മറ്റു ഭൂതങ്ങൾ മുതലായവരിൽ എന്നെ എതിർക്കുന്ന ഏതൊരു ശത്രുവിൻ്റെയും ഹൃദയങ്ങളെ ചലിപ്പിച്ചും കൊണ്ട് ആ ശത്രുവിനെ ദൂരെ ഓടിച്ചാലും. ത്വം തിഗ്മധാരാസി വരാരി സൈന്യം ഈശപ്രയുക്തോ മമ ചിന്തി ചക്ഷുംഷി ചർമ്മച്ഛതചന്ദ്രചാതയ ദിശാമഗോനാം ഹരപാപചക്ഷുഷാം. തീക്ഷ്ണമായ ധാരയോടുകൂടിയ ഹേ അസിവര, ഭഗവാന്റെ ആജ്ഞയോടുകൂടി നീ എൻ്റെ ശത്രു സൈന്യത്തെ ക്ഷണത്തിൽ ഛേദിച്ചു കളയുക. ചന്ദ്രാകാരമായ അനേകം പുള്ളികളോടുകൂടിയ ഹേ ചർമ്മമേ, നീ യാഗവിഘ്നം ചെയ്യുന്നവരുടെ നേത്രങ്ങളെ മറയ്ക്കുക. എൻ്റെ നേരെ ഉഗ്രമായി നോക്കുന്നവരുടെ കണ്ണുകളെ നശിപ്പിക്കുക. എന്നോഭയം ഗൃഹേഭ്യോ ഭൂത്കേതുഭ്യോ നൃഭ്യയേവ വാ സരീസൃഭേഭ്യോ ദംശ്രിഭ്യോ ഭൂതേഭ്യോ അംഹോഭ്യയേവ വാ സർവാണ്യേതാനി ഭഗവൻ നാമരൂപാസ്ത്രകീർത്തനാത് പ്രയാന്തു സംശയം സദ്യോ യേന ശ്രേയപ്രദീപകാഃ. സൂര്യാദി നവഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ, ദുർജനങ്ങൾ, സർപ്പാദികളായ ഇഴജന്തുക്കൾ, ദംഷ്ട്രങ്ങളുള്ള വ്യാഘ്രസിംഹാദികൾ, ഭൂതപ്രേതാദികൾ, പാപങ്ങൾ, ഇവയിൽ നിന്ന് യാതൊരു ഭയം ഞങ്ങൾക്കുണ്ടാകുന്നുവോ അവയൊക്കെയും ഞങ്ങളുടെ ശ്രേയസ്സിനെ തടസ്സപ്പെടുത്തുന്നവരെല്ലാം ഭഗവാന്റെ നാമരൂപങ്ങളെയും അസ്ത്രങ്ങളെയും കീർത്തിക്കുന്നത് കൊണ്ടുതന്നെ നിശേഷം നശിക്കട്ടെ. ഗരുഡോ ഭഗവാൻ സ്തോത്രസ്തോഭോ ഛന്ദോമയ പ്രഭു രക്ഷത്തു ശേഷകൃച്ഛ്രേഭ്യോ വിശ്വക്സേന സ്വനാമഭിഃ. ഭഗവാന്റെ അനുഗ്രഹത്താൽ ജ്ഞാനാദികളായ 6 ഗുണങ്ങൾ തികഞ്ഞവനും രക്ഷിപ്പാൻ സമർത്ഥനുമായ ഗരുഡൻ ഞങ്ങളെ സകല സങ്കടങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ. ഭക്തന്മാരെ സംരക്ഷിപ്പാനും ദുഷ്ടന്മാരെ സംഹരിപ്പാനും എല്ലാ ദിക്കിലും സൈന്യങ്ങളെ ഉറപ്പിച്ചിരിക്കുന്ന ശ്രീ ഭഗവാൻ സ്വനാമകീർത്തനം ചെയ്യുന്ന ഞങ്ങളെ രക്ഷിക്കട്ടെ. സർവാപദ്ഭ്യോ ഹരേർനാമരൂപദാനായുയാനിന ബുദ്ധീന്ദ്രിയമനപ്രാണാൻ പാന്തുഭാഷതഭൂഷണാഃ. ഭഗവാന്റെ നാമങ്ങൾ, രൂപങ്ങൾ, വാഹനങ്ങൾ, ആയുധങ്ങൾ ഇവയും പാർഷദ മുഖ്യന്മാരും സകലാപത്തുകളിൽ നിന്നും ഞങ്ങളുടെ ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പ്രാണങ്ങൾ ഇവയെ പാലിക്കട്ടെ. യഥാഹി ഭഗവാനേവ വസ്തുതഃ സദസച്ചയത് സത്യേനാനേന സർവേ യാന്തു നാശമുപദ്രവാഃ. മൂർത്തമായും അമൂർത്തമായും സ്ഥൂലമായും സൂക്ഷ്മമായും ഇരിക്കുന്ന ഈ ലോകം സമസ്തവും ഭഗവാൻ തന്നെയെന്നു സിദ്ധാന്തിക്കുന്ന ശാസ്ത്രവാക്യം സത്യമായതിനാൽ ആ സത്യപ്രകാരം ഞങ്ങളുടെ സർവോപദ്രവങ്ങളും നശിക്കട്ടെ. യഥൈകാത്മ്യാനുഭാവാനാം വികൽപരഹിത സ്വയം ഭൂഷണായുധലിംഗാഖ്യ ദത്തേ ശക്തി സ്വമായയാ. ലോകത്തിൽ കാണുന്ന സർവവും ഭഗവത് രൂപം തന്നെ എന്നു ധ്യാനിക്കുന്നവർക്ക്, ഭേദരഹിതനായിട്ടും ആ വിധം ഭാവിക്കാത്തവർക്ക് കൗസ്തുഭാദി ഭൂഷണങ്ങൾ, സുദർശനാദികളായ ആയുധങ്ങൾ, ചതുർഭുജത്വാദി ചിഹ്നങ്ങൾ, രാമകൃഷ്ണാദി നാമധേയങ്ങൾ, ജ്ഞാനവൈരാഗ്യാദി ശക്തികൾ എന്നിവയെ സ്വമായ കൊണ്ട് ധരിക്കുന്നവനുമായിട്ടും ഇരിക്കുന്നു എന്ന് ശാസ്ത്രത്തിൽ പറയുന്നത് സത്യമായതിനാൽ ആ സത്യത്താൽ ഞങ്ങളുടെ സർവോപദ്രവങ്ങളും നശിക്കട്ടെ. തേനൈവ സത്യമാനേന സർവജ്ഞോ ഭഗവാൻ ഹരിഃ പാതു സർവൈ സ്വരൂപേർന സദാ സർവത്ര സർവഗഃ.
ആ സത്യപ്രമാണമനുസരിച്ച് സർവജ്ഞനും അചിന്ത്യമായ ഐശ്വര്യത്താൽ പരിപൂർണനും സർവത്ര വിളങ്ങുന്നവനുമായ ശ്രീഹരി എല്ലാ രൂപങ്ങളെക്കൊണ്ടും എല്ലായ്പ്പോഴും എല്ലാ ദിക്കിലും ഞങ്ങളെ പാലിക്കട്ടെ. വിധിക്ഷുദിക്ഷൂർദമതസമന്താദന്തർബഹിർഭഗവാൻ നാരസിംഹഃ പ്രഹാഭയം ലോകഭയം സുനേന സ്വതേജസാഗ്രസ്ത സമസ്തതേജാഃ. വന്യാദി കോണുദിക്കുകൾ നാലിലും പ്രധാനങ്ങളായ 4 ദിക്കുകളിലും താഴത്തും മുകളിലും 4 ഭാഗത്തും ഉള്ളിലും പുറത്തും നേരിടുന്ന ലോകഭയത്തെ തൻ്റെ അട്ടഹാസ ശബ്ദത്താൽ തന്നെ നിശ്ശേഷം നശിപ്പിക്കുന്നവനും തൻ്റെ പ്രഭാവത്താൽ മറ്റുള്ള സകലരുടെ പ്രഭാവത്തെയും ഉള്ളിലടക്കുന്നവനുമായ നരസിംഹമൂർത്തിയായ ഭഗവാൻ ഞങ്ങളെ സർവഭയത്തിൽ നിന്നും രക്ഷിക്കട്ടെ. മകവന്നിതമാഖ്യാതം വർമ്മനാരായണാത്മകം വിജേഷ്യ സഞ്ജസായേന ദംശിതോസുരയൂതപാൻ. ഇപ്രകാരം നാരായണ കവചം ഉപദേശിച്ച ശേഷം അതിൻ്റെ ബലത്തെ ഉപദേശിക്കുന്നു. ഹേ ഇന്ദ്ര, നാരായണ സ്വരൂപമായ ഈ കവചത്തെ അങ്ങയ്ക്ക് ഞാൻ ഉപദേശിച്ചു. ഇതിനെക്കൊണ്ട് സർവാംഗ രക്ഷ ചെയ്തുകൊള്ളുക. പ്രയാസം കൂടാതെ അസുര സംഘാധിപന്മാരെ അങ്ങു ജയിക്കും. ഏതദ്ധാരയമാണസ്തു യം യം പശ്യതി ചക്ഷുഷ പദാവാ സംസ്പൃശേ സദ്യ സാധ്വത്സാസ വിമുച്യതേ. ഈ കവചത്തെ ധരിക്കുന്ന പുരുഷൻ തൻ്റെ ദൃഷ്ടി കൊണ്ട് യാതൊരുവിനെ നോക്കുന്നുവോ കാൽ കൊണ്ട് സ്പർശിക്കുന്നുവോ ആ പുരുഷൻ്റെ സകല ഭയവും അപ്പോൾ തന്നെ നശിക്കും. ന കുതശ്ചിത് ഭയം തസ്യ വിദ്യാന്താരയതോ ഭവേത് രാജതസ്യുഗ്രഹാദിഭ്യോ വ്യാക്രാദിഭ്യശ്ച കർഹിജിത്. ഈ വിദ്യ ധരിക്കുന്നവന് രാജാക്കന്മാർ, കള്ളന്മാർ, ഗ്രഹങ്ങൾ എന്നിവരിൽ നിന്നോ മറ്റു യാതൊന്നിൽ നിന്നുമോ ഒരു കാലത്തും ഭയം നേരിടുകയില്ല. ഇമാം വിദ്യാം പുരാ കശ്ചിത് കൗശികോ ധാരയൻ ദ്വിജഃ യോഗധാരണയാ സ്വാംഗം ജഹൗസമരുതന്വനി. ഈ വിദ്യയുടെ പ്രഭാവത്തെ ഒരു കഥ കൊണ്ട് വെളിപ്പെടുത്തുന്നു. പണ്ട് കുശികകുലത്തിൽ ജനിച്ച ഒരു ബ്രാഹ്മണൻ ഈ വിദ്യയെ അഭ്യസിച്ചു. ഓരോ അംഗത്തെയും ഈ കവചമന്ത്രത്താൽ ബന്ധിച്ചു. വെള്ളമില്ലാത്ത ദേശത്തിൽ ശരീരത്തെ ഉപേക്ഷിച്ചു. തസ്യോപരി വിമാനേന ഗന്ധർവപ്പതിരേകതായ് യയോ ചിത്രരഥ സ്ത്രീഭിർഹൃദോ യത്ര ദ്വിജക്ഷയഃ. ബ്രാഹ്മണൻ ദേഹത്തെ ഉപേക്ഷിച്ച ആ സ്ഥലത്തിൻ്റെ മേൽഭാഗത്തുകൂടി ഒരു നാൾ വിമാനത്തിലിരുന്നു കൊണ്ട് സ്ത്രീകളോടുകൂടി ചേർന്ന് ഗന്ധർവപതിയായ ചിത്രരഥൻ സഞ്ചരിച്ചു. ഗഗനാനന്യപതസദ്യ സവിമാനോ ഹ്യവാക്ഷ്യരാഃ സവാലകില്യവചനാ തസ്തീന്യാദായ വിസ്മിതഃ പ്രാസ്യപ്രാചീ സരസ്വത്യാം സ്നാത്വാ താമസമന്വഗാത്. അവൻ വിമാനത്തോടുകൂടി തലകീഴായിട്ട് ആകാശത്തിൽ നിന്ന് ഉടനെ ഭൂമിയിലേക്ക് വീണു. അതിൻ്റെ കാരണം വാലകില്യന്മാർ എന്ന മുനിമാർ ആ ഗന്ധർവാദിവനോട് പറഞ്ഞു. അവൻ അത് കേട്ടിട്ട് ആശ്ചര്യഭരിതനായി. ഉടനെ എല്ലുകളെടുത്ത് കിഴക്കോട്ടൊഴുകുന്ന സരസ്വതി നദിയിൽ എറിഞ്ഞു. അതിൽ സ്നാനം ചെയ്ത ശേഷം സ്വസ്ഥാനത്തെ പ്രാപിച്ചു. ശ്രീ ശുകൗവാച യൈദം ശൃണുയാത് കാലേ യോ ധാരയതി ചാദൃതഃ തം നമസ്യന്തി ഭൂതാനി മുച്യതേ സർവതോ ഭയാത്. കവച ശ്രവണ കീർത്തനഫലം. യാതൊരുവൻ ഈ കവചത്തെ പ്രാതകാലത്തിലോ ഭയം നേരിട്ടിരിക്കുന്ന അവസരത്തിലോ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നുവോ അവനെ ഭൂതങ്ങൾ നമസ്കരിക്കും. അവൻ സർവഭയത്തിൽ നിന്നും മുക്തനാകും. ഏതാം വിദ്യാമധിഗതോ വിശ്വരൂപാശ്ചതക്രദൂഃ ത്രൈലോക്യലക്ഷ്മീം ബുഭുജേ വിനിർജിത്യ മൃതേ സുരാൻ. ഈ വിദ്യയെ വിശ്വരൂപനിൽ നിന്നും ധരിച്ച് ദേവേന്ദ്രൻ യുദ്ധത്തിൽ അസുരന്മാരെ ജയിച്ച ശേഷം ത്രിലോകാധിപത്യത്തെ അനുഭവിച്ചു. ഹരി ഓം.